ഇൻഫ്രാറെഡ് കിരണങ്ങൾ തിരിച്ചു പോകുന്നു. തിരിച്ചു ചെല്ലുന്ന ഈ ഇൻഫ്രാറെഡ് കിരണങ്ങളെ IR റിസീവർ ഡിറ്റക്ട് ചെയ്യുന്നു. പിന്നീട് മോട്ടോർ പമ്പിനെ ട്രിഗർ ചെയ്യുകയും മുൻപിൽ നിന്നും കൈകൾ മാറ്റുമ്പോൾ ഇൻഫ്രാറെഡ് കിരണങ്ങൾ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് നിൽക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസർ മെഷീനാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡെപ്പ എടുക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഞാൻ അടപ്പിൽ ഒരു ദ്വാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പ് നമുക്ക് ആവശ്യമുണ്ട്. ഒരു മിനി വാട്ടർ പമ്പും നമുക്ക് ആവശ്യമുണ്ട്. ഇതെല്ലാം മേടിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പമ്പിലോട്ട് ട്യൂബ് ഫിക്സ് ചെയ്യാം. ഈ അടപ്പിൽ ഞാനൊരു ചെറിയ ദ്വാരം കൂടി ഇട്ടിട്ടുണ്ട്. അടപ്പിൻ്റെ ദ്വാരത്തിലൂടെ പൈപ്പും പമ്പിൻ്റെ വയറും കടത്തിവിടുക. ഇനി ആ ഡെപ്പ ഒന്ന് ടൈറ്റാക്കി അടച്ചു വയ്ക്കാം. ഇത് ഒരു ഇൻഫ്രാറെഡ് പ്രോക്സിമിറ്റി സെൻസർ ആണ്. ഇതിൻ്റെ പുറകുവശത്തായി ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിക്കാം. ടേപ്പിന്റെ മറുഭാഗം റിമൂവ് ചെയ്യാം. എന്നിട്ട് ഡെപ്പയുടെ മുകളിൽ ഇതുപോലെ ഒട്ടിക്കാം. ഇത് TIP32C എന്ന ട്രാൻസിസ്റ്റർ ആണ്. ഇതിന്റെ പുറകുവശത്തായി ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിക്കാം. എന്നിട്ട് ഇതും ഡെപ്പയുടെ പുറത്ത് ഒട്ടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി കുറച്ച് സോൾഡറിങ് ചെയ്യാം. ഒരു 1 കിലോ ഓമിന്റെ റെസിസ്റ്റർ ആണ് ഇത്. ഇത് ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട് പിന്നുമായി സോൾഡർ ചെയ്ത് വയ്ക്കാം. വീഡിയോ എടുക്കുന്നതിനുള്ള എളുപ്പത്തിനായി ഞാനിവിടെ പൈപ്പും മിനി വാട്ടർ പമ്പും അടപ്പിൽ നിന്നും ഊരി മാറ്റി വെച്ചിട്ടുണ്ട്. റെസിസ്റ്ററിൻ്റെ ലീഡ് ഇതുപോലെ വളച്ച് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലോട്ട് കണക്ട് ചെയ്യണം. റെസിസ്റ്റർ ഇങ്ങനെ വളച്ചു വയ്ക്കുന്നതിൻ്റെ കാരണം നമുക്ക് ഈ കാണുന്ന ദ്വാരത്തിൽ കൂടി പൈപ്പ് പുറത്തെടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ്. ഇനി ഒരു ചെറിയ ചുമന്ന വയർ എടുത്ത് IR സെൻസറിൻ്റെ VCCയുമായി കണക്ട് ചെയ്യുക. ആ വയറിൻ്റെ മറുവശം ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററുമായി സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. ഇനി ഒരു 9 വോൾട്ട് ബാറ്ററി ക്യാപ്പ് നമുക്ക് വേണം. ബാറ്ററി ക്യാപ്പിൻ്റെ ചുമന്ന വയർ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ പിന്നിലോട്ട് കണക്ട് ചെയ്യാം. ബാറ്ററി ക്യാപ്പിൻ്റെ കറുത്ത വയർ IR സെൻസറിൻ്റെ GNDയിലോട്ട് സോൾഡർ ചെയ്യാം. ഇനി നമുക്ക് പഴയതുപോലെ മിനി വാട്ടർ പമ്പിൻ്റെ പൈപ്പും വയറും അടപ്പിലെ ദ്വാരത്തിലൂടെ പുറത്തെടുക്കാം. അടപ്പ് ഡെപ്പയിൽ വെച്ച് അടയ്ക്കാം. പമ്പിൽ നിന്നും വരുന്ന കറുത്ത വയർ IR സെൻസറിൻ്റെ GNDയുമായി സോൾഡർ ചെയ്യാം. പമ്പിൽ നിന്നും വരുന്ന ചുമന്ന വയർ ട്രാൻസിസ്റ്ററിൻ്റെ നടുവിലത്തെ പിൻ ആയ കളക്ടറിലോട്ട് കണക്ട് ചെയ്യാം. സോൾഡറിങ്ങും കണക്ഷൻസും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു കമ്പി കഷ്ണം വേണം. ചെറുത് മതി. അത് പൈപ്പിൻ്റെ ഉള്ളിലൂടെ കടത്തിവിടാം. പൈപ്പിനെ ഉറപ്പിച്ചു നിർത്തുന്നതിനായി ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഇത് ഒരു പേനയുടെ ഫ്രണ്ട് പോർഷൻ ആണ്. ഇതിൻ്റെ വക്കിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി അത് ട്യൂബുമായി ഒട്ടിക്കുക. ആ ട്യൂബ് സെൻസറിൻ്റെ നേരെ വരുന്ന രീതിയിൽ നമുക്ക് വളച്ചു വയ്ക്കാം. സെൻസറിൻ്റെ മുൻപിൽ നമ്മുടെ കൈകൾ വയ്ക്കുമ്പോഴാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈ കാണുന്ന സ്ക്രൂ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിച്ചുകൊണ്ട് എത്ര ദൂരത്തിൽ കൈവയ്ക്കുമ്പോഴാണ് സാനിറ്റൈസർ വരേണ്ടത് എന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതുപോലത്തെ ഒരു 9 വോൾട്ട് ബാറ്ററി എടുക്കാം. എന്നിട്ട് അതിൽ ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിക്കുക.
ബാറ്ററിയും ബാറ്ററി ക്യാപ്പുമായി കണക്ട് ചെയ്യാം. ഇനി ബാറ്ററി അടപ്പിൻ്റെ മുകളിലായി ഒട്ടിക്കാം. ഇനി നിങ്ങൾ സെൻസറിൻ്റെ മുൻപിൽ കൈവയ്ക്കുമ്പോൾ ഒരു LED തെളിയുന്നത് കാണാം. എന്നാൽ കുറച്ച് ദൂരെ മാറ്റി കൈവയ്ക്കുമ്പോൾ ലൈറ്റ് കെടുന്നതായും നമുക്ക് കാണാം. ഈ ദൂരം സെറ്റ് ചെയ്യാനാണ് IR സെൻസറിൽ ഉള്ള ആ സ്ക്രൂ ഉപയോഗിക്കേണ്ടത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി ഈ ഡെപ്പയിൽ കുറച്ച് സാനിറ്റൈസർ നമുക്ക് ഫില്ല് ചെയ്യാം. ഞാനിവിടെ ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് വേണ്ടി വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഈ അടപ്പ് മുറുക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളുണ്ടാക്കിയ ഓട്ടോമാറ്റിക് സാനിറ്റൈസർ നല്ല അടിപൊളിയായി വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി അമർത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒക്കെ അമർത്തുക. ഇൻഫ്രാറെഡ് റേസ് ഡിറ്റക്റ്റ് ചെയ്ത് ആണ് ഇത് വർക്ക് ചെയ്യുന്നത്. സൂര്യനിൽ നിന്നും പുറപ്പെടുവിക്കുന്നതും ഇൻഫ്രാറെഡ് കിരണങ്ങളാണ്. അതുകൊണ്ട് സൂര്യകിരണങ്ങൾ പ്രവേശിക്കുന്ന ഇടങ്ങളിൽ ഈ ഡിവൈസ് കൃത്യമായി വർക്ക് ചെയ്യില്ല. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന IR സെൻസറിൽ 2 LED പോലത്തെ ഡിവൈസസുകൾ കാണാൻ സാധിക്കും. ഇത് LED അല്ല. കറുത്ത കളറിൽ കാണുന്നത് IR റിസീവറും വെളുത്ത കളറിൽ കാണുന്നത് IR ട്രാൻസ്മിറ്ററുമാണ്. ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ IR ട്രാൻസ്മിറ്റർ നിരന്തരമായി IR റൈസ് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പുറപ്പെടുവിക്കപ്പെട്ട IR റൈസ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇടിച്ച് തിരിച്ചു വരുന്നു. അത് IR റിസീവർ ഡിറ്റക്റ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ബേസിസിലാണ് ഈ പ്രൊജക്റ്റ് വർക്ക് ചെയ്യുന്നത്. IR ട്രാൻസ്മിറ്റർ ഇൻഫ്രാറെഡ് കിരണങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നു. സെൻസറിൻ്റെ മുൻപിൽ നമ്മൾ കൈ കൊണ്ടുവന്ന് വെക്കുമ്പോൾ നമ്മുടെ കൈകളിൽ തട്ടി ഇൻഫ്രാറെഡ് കിരണങ്ങൾ തിരിച്ചു പോകുന്നു. തിരിച്ചു ചെല്ലുന്ന ഈ ഇൻഫ്രാറെഡ് കിരണങ്ങളെ IR റിസീവർ ഡിറ്റക്റ്റ് ചെയ്യുന്നു. പിന്നീട് മോട്ടോർ പമ്പിനെ ട്രിഗർ ചെയ്യുകയും പമ്പ് വർക്ക് ചെയ്യുകയും സാനിറ്റൈസർ നമ്മുടെ കൈകളിൽ എത്തുകയും ചെയ്യുന്നു. സെൻസറിന്റെ മുൻപിൽ നിന്നും കൈകൾ മാറ്റുമ്പോൾ ഇൻഫ്രാറെഡ് കിരണങ്ങൾ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് നിൽക്കുന്നു. അതിനാൽ പമ്പ് ഓഫ് ആകുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സൂര്യനിൽ നിന്നും പുറപ്പെടുവിക്കുന്നതും ഇൻഫ്രാറെഡ് കിരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശത്തിൽ ഇത് വർക്ക് ചെയ്യുമ്പോൾ സൂര്യനിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ഇൻഫ്രാറെഡ് കിരണങ്ങൾ ഡിറ്റക്റ്റ് ചെയ്യുകയും പമ്പ് എപ്പോഴും ഓണായി ഇരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഈസ് മീ ഫെബിൻ പീറ്റർ സൈനിങ് ഓഫ്.